പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 18 വീഡിയോ ആണിത്. ഇന്ന് നമുക്ക് ലേഔട്ട് ടാബിലെ കമാൻഡ്സ് നോക്കാം. ആദ്യമായി സെലക്ട് എന്ന കമാൻഡ് നോക്കാം. കേഴ്സർ നിൽക്കുന്ന സെല്ലോ അല്ലെങ്കിൽ റോയോ അതുപോലെ തന്നെ കോളമോ അല്ലെങ്കിൽ ടേബിൾ ഫുള്ളായോ സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കേഴ്സർ ഈ ഫസ്റ്റ് സെല്ലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെലക്ട് കൊടുത്തിട്ട് സെലക്ട് സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് സെല്ലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. സെലക്ഷൻ പോകാനായി ഇതേപോലെ പുറത്തെവിടെയെങ്കിലും വെച്ച് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കേഴ്സർ ഈ ടേബിളിന് പുറത്തേക്ക് വരും. അപ്പോൾ ഈ ലേഔട്ട് ടാബിൻ്റെ റിബണും അങ്ങ് പോകും. വീണ്ടും നമുക്ക് ആ റിബൺ കിട്ടാനായി ഈ ടേബിളിൽ എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് സെലക്ട് കോളമാണ്. ഇവിടെ ഇപ്പോൾ ഈ രണ്ടാമത്തെ കോളത്തിലാണ് കേഴ്സർ നിൽക്കുന്നത്. അതുകൊണ്ട് സെലക്ട് കോളം കൊടുക്കുമ്പോൾ ഈ സെക്കൻഡ് കോളം ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ കേഴ്സർ നമുക്ക് ഈ ലാസ്റ്റ് റോയിൽ ഒന്ന് നിർത്താം. അതിനുശേഷം സെലക്ട് റോ കൊടുത്താൽ ലാസ്റ്റ് റോ സെലക്ട് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ടേബിൾ സെലക്ട് ചെയ്യാൻ ഓൾറെഡി ഈ ടേബിളിൽ എവിടെയെങ്കിലും തന്നെയായിരിക്കും ഈ കേഴ്സർ നിൽക്കുന്നത്. ഇവിടെ വന്ന് സെലക്ട് ടേബിൾ കൊടുക്കുക. ഇത്തരത്തിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇതേപോലെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു സെല്ല് സെലക്ട് ചെയ്യണമെങ്കിൽ ആ സെല്ലിൽ ട്രിപ്പിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഒരു സെല്ല് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു മാർഗം, ഇതേപോലെയുള്ള ഓരോ കോളമിനെയും സൂചിപ്പിക്കുന്ന ലൈനിൻ്റെ അടുത്തേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ ആരോ ഫോമിൽ മൗസ് പോയിൻ്റർ ആയിരിക്കുന്നത് കാണാം. ഇങ്ങനെ കണ്ട ശേഷം ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ആരോ കണ്ടതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സെല്ല് സെലക്ട് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഒരു കോളം സെലക്ട് ചെയ്യാനും മൗസ് പോയിൻ്റർ ആ കോളത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ആരോ ഫോമിലാകും. അതിനുശേഷം ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. റോ സെലക്ട് ചെയ്യാനായി നേരത്തെ സെല്ല് സെലക്ട് ചെയ്തതുപോലെ റോയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ ലൈനിലേക്ക് മൗസ് പോയിൻ്റർ ഇങ്ങനെ കൊണ്ടുപോവുക. ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ആരോ കണ്ട ശേഷം ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ആ റോ കംപ്ലീറ്റ് ആയി സെലക്ട് ചെയ്യപ്പെടും. ടേബിൾ സെലക്ട് ചെയ്യാനായി ഈ കാണുന്ന മാർക്കിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് സെലക്ട് കമാൻഡ്സ് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഇത്തരത്തിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ കേഴ്സർ ടേബിളിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ലേഔട്ട് ടാബിലേക്ക് പോകാനായി ഈ ടേബിളിൽ എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലേഔട്ട് ടാബ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന കമാൻഡ്സ് വ്യൂ ഗ്രിഡ് ലൈൻസ്, പിന്നീട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസിലും ഇതേപോലെ ടേബിൾ, റോ, കോളം, സെല്ല് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കോളത്തിൻ്റെ റോയുടെ ഒക്കെ സൈസ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ലഭ്യമാണ്. അതുപോലെ ടേബിളിൽ അതിൻ്റെ അലൈൻമെൻറ്റിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒക്കെ ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് നമ്മൾ മുൻപ് പഠിച്ചതുപോലെയുള്ള അതേ വിൻഡോ ആണ് ഓപ്പൺ ആവുന്നത്. അതിൽ നിന്ന് നമുക്ക് മുൻപ് ചെയ്തതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നീട് ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതും ഈ സെല്ല് മാർജിൻ സെറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഓപ്ഷൻസാണ്. അത് നമുക്ക് മുൻപ് നമ്മളിങ്ങനെ ആരോ ഒക്കെ ഉള്ളത് ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലോ. അത് കണക്ക് നമ്മൾ നോക്കിയും കൊടുത്തിരുന്നാൽ മതി. ഇനി അടുത്തത് ഡ്രോ ടേബിൾ എന്നുള്ള ഓപ്ഷൻ നേരത്തെ ഇൻസേർട്ട് ടാബ് പഠിച്ചു തുടങ്ങിയപ്പോൾ ഇവിടെ ടേബിൾ വന്നിട്ട് ഇവിടെ നമ്മൾ ഡ്രോ ടേബിൾ കണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്ന ഈ ലേഔട്ട് ടാബിലും കാണുന്ന ഈ ഡ്രോ ടേബിൾ എന്നുള്ള ഓപ്ഷൻ. ഇതേപോലെ നമുക്ക് ടേബിൾ വരച്ച് ഇങ്ങനെ കോളവും റോസും ഒക്കെ വരയ്ക്കാനായിട്ട് സാധിക്കും. പിന്നീട് അടുത്തതായി ഇറേസറാണ്. ഇറേസർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ടേബിൾ വരയ്ക്കാനുള്ള ഈ പെന്ന് താനേ അങ്ങ് ഓഫ് ആയിക്കോളും. അതല്ലെങ്കിൽ എസ്കേപ്പ് കീ നമുക്ക് പ്രസ് ചെയ്യാം. ഇറേസർ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ചെറിയൊരു ഇറേസർ നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് വേണ്ടാത്ത ലൈൻസിൻ്റെ ഭാഗങ്ങളും അതുപോലെ കുറച്ച് നീളത്തിൽ ഇറേസ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് അതൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇവിടെ റോസും കോളംസും ഇൻസേർട്ട് ചെയ്യുന്ന കമാൻഡാണ്. ഇതിവിടെ ചെറിയൊരു ബ്ലൂ കളറിൽ റോയിനെ സൂചിപ്പിക്കുന്നുണ്ട്, വരച്ചിട്ടുണ്ട്.
ഇവിടെയും അങ്ങനെ തന്നെയാണ്, റോയിനെ വരച്ചിട്ടുണ്ട്. അതായത് ഇത് ഇൻസേർട്ട് എബോ എന്ന് പറയുമ്പം റോ ഇൻസേർട്ട് ചെയ്യുന്ന കമാൻഡാണ്. ഇതേപോലെ ഇൻസേർട്ട് ബിലോ എന്ന് പറയുമ്പോൾ റോ ഇൻസേർട്ട് ചെയ്യുന്ന കമാൻഡാണ്. ഇപ്പോൾ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്. ഈ ഇറേസർ കളയാനും എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതി. ഈ കഴ്സർ നിൽക്കുന്നിടത്ത് ഞാൻ ഒരു ലെറ്റർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ഈ റോയുടെ മുകളിലായിട്ട് ഒരു റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് എബോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു റോ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ ഇതിൻ്റെ താഴെ ഒരു റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ബിലോ. അതുപോലെ തന്നെ ഇത് രണ്ടും കോളത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കോളം ഇങ്ങനെ വരച്ചിരിക്കുന്നത് കാണാം ഒരു സ്കൈ ബ്ലൂ കളറിൽ. ഇൻസേർട്ട് ലെഫ്റ്റ് കൊടുത്താൽ ഈ ക്യൂ എന്ന് എഴുതിയിരിക്കുന്ന ഈ കോളത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോളം ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇൻസേർട്ട് റൈറ്റ് കൊടുത്താൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു കോളം വന്നു. ഇനി ഇത്തരത്തിലല്ലാതെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് റോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇങ്ങനെ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു പ്ലസ് മാർക്ക് കാണാം. അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ റോ താഴോട്ട് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് സെല്ലിൽ ടൈപ്പ് ചെയ്ത് തീർന്ന ശേഷം വീണ്ടും ഇനി അടുത്ത ഒരു റോ വേണമെങ്കിൽ ടാബ് കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം ഇത്തരത്തിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് കോളം ഇൻസേർട്ട് ചെയ്യാൻ ഇവിടെ പ്ലസ് മാർക്കുണ്ട്. അത് കൊടുക്കുമ്പോൾ നമുക്കങ്ങനെ കോളം ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സെലക്ഷൻ കളഞ്ഞ ശേഷം പിന്നീട് നമ്മളിവിടെ വരുമ്പോൾ അവിടെ പ്ലസ് മാർക്ക് കാണാം. അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും അവിടെ കോളം ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ഇനി അടുത്തതായി സെൽ മേർജിങ് ആണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ 4 സെല്ല് നമുക്ക് ഒന്ന് മേർജ് ചെയ്യണം. ഇത് ഒറ്റ സെല്ലാക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. നമ്മളിത് സെലക്ട് ചെയ്യുന്നതിന് മുൻപാണെങ്കിൽ ഈ മേർജ് സെൽസ് എന്നുള്ളത് ഇനാക്റ്റീവായി കിടക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആക്റ്റീവായി. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത്രയും സെൽസ് മേർജായി. ഇനി അടുത്തതായി സ്പ്ലിറ്റ് സെൽസ്. അതിനായി ഞാനൊരു സെല്ലിൻ്റെ ഹൈറ്റ് ഞാൻ അല്പം ഒന്ന് കൂട്ടുകയാണ്. ഹൈറ്റ് കൂട്ടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം മൗസ് പോയിൻ്റർ ഈ സെല്ലിൻ്റെ താഴത്തെ ലൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കുന്നത് കാണാം. അങ്ങനെ കണ്ട ശേഷം മൗസ് പോയിൻ്റർ ഡ്രാഗ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് കോളം വിഡ്ത്തും ഇത്തരത്തിൽ കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് സെല്ല് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. കഴ്സർ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അതിനുശേഷം സ്പ്ലിറ്റ് സെൽസ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ചോദിക്കും എത്ര കോളംസ് എത്ര റോസ് വേണമെന്ന്. നമുക്ക് ഈ വിൻഡോയെ ഡ്രാഗ് ചെയ്ത് അല്പം ഇങ്ങോട്ട് നീക്കാം. ഇവിടെ കോളംസ് നമുക്കൊരു 3 എണ്ണം കൊടുക്കാം. ഞാനിപ്പോൾ ഈ ആരോ കീ യൂസ് ചെയ്തും കൊടുക്കുകയാണ്. അതുപോലെ റോസ് നമുക്ക് 2 എന്ന് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഒരൊറ്റ സെല്ല് തന്നെ നമ്മൾ കൊടുത്ത പ്രകാരം 3 കോളംസും 2 റോസുമായിട്ട് വന്നു. ഇതേപോലെ ഫോം ചെയ്ത റോസും കോളംസും സെലക്ട് ചെയ്ത ശേഷവും മെർജ് സെൽസ് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി സ്പ്ലിറ്റ് ടേബിൾ. അതായത് ഈ ടേബിളിനെ ഹൊറിസോണ്ടലായിട്ട്, അതായത് മുകളിലേക്കും താഴേക്കുമായിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പല ഭാഗങ്ങളാക്കുന്നതാണ്. ഇപ്പോൾ കഴ്സർ നമുക്ക് ഇവിടെ നിർത്താം. ഈ രണ്ടാമത്തെ സെക്കൻഡ് ലാസ്റ്റ് റോയിൽ നിർത്താം. അതിനുശേഷം നമുക്ക് സ്പ്ലിറ്റ് ടേബിൾ കൊടുക്കാം. ഇപ്പോൾ ആ കഴ്സർ നിന്ന റോ മുതൽ താഴോട്ട്, ആ നിന്ന റോ ഉൾപ്പെടെ താഴോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട് വേറെയായി, അതിന് മുകളിലേക്ക് വേറെ പോർഷനായി. ഇനി അടുത്തതായി ഓട്ടോ ഫിറ്റ്. ഇപ്പോൾ ഓട്ടോ ഫിറ്റ് കണ്ടൻസ് അത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് ഇവിടെ ഉള്ളത് ഈ ക്യൂ എന്നൊരു കണ്ടൻറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അനുസൃതമായിട്ട് ഇത് ഓട്ടോ ഫിറ്റായി. അതുപോലെ തന്നെ ഓട്ടോ ഫിറ്റ് വിൻഡോ കൊടുത്താൽ ഈ വിൻഡോയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും. അത് ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ അത്തരത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി അടുത്തതായി റോയുടെ ഹൈറ്റും അതുപോലെ കോളത്തിൻ്റെ വിഡ്ത്തും കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻസാണ്. നമുക്ക് ഇവിടെ മാറ്റിക്കൊടുത്ത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ഇതേപോലെ ഡ്രാഗ് ചെയ്തും ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂട്ട് റോസ്, ഡിസ്ട്രിബ്യൂട്ട് കോളംസ്. അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് മെർജ് ചെയ്ത് പഴയ രീതിയിലാക്കാം. നമുക്ക് അവിടെ ഇവിടെയും ചില റോസിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് കൊടുക്കാം.
ഇനി ഇത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് റോസ് കൊടുക്കാം. അതായത് ഈ റോസിൻ്റെ ഹൈറ്റ് എല്ലാം ഒരേ കണക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കമാൻഡാണിത്. അതിനായിട്ട് ഈ ടേബിൾ മൊത്തമാണല്ലോ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ട് റോസ് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഒരേ രീതിയിൽ ഹൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. ഇനി ഡിസ്ട്രിബ്യൂട്ട് കോളംസ്. നമുക്കറിയാം ഇവിടെ കോളം വിഡ്ത്ത് പലതും പല രീതിയിലാണ് കിടക്കുന്നത്. അതും ഇതേപോലെ ഒരേ കണക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി ടേബിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ട് കോളംസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതും ഈവണായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. ഇനി അടുത്തതായി ഈ ടെക്സ്റ്റിൻ്റെ ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ പൊസിഷനെ ഫിക്സ് ചെയ്യുന്ന കമാൻഡ്സാണിത്. അതിനായിട്ട് ഇപ്പോൾ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു സെല്ല് ഞാൻ അല്പം ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഈ ഒരു മോഡിലാണ് ടൈപ്പ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ അലൈൻ ബോട്ടം സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുത്താൽ അത്തരത്തിൽ താഴോട്ട് വരും. അതുപോലെ ഇത് സെൻട്രലൈസ് ആണ്, അലൈൻ സെൻറ്റർ. ഇനി അടുത്തതായി ടെക്സ്റ്റ് ഡയറക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലായിട്ട് സാധാരണ നമ്മൾ വായിക്കുന്ന രീതിയിലാണ് ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനെ വേർട്ടിക്കലായിട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാനാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിന് ഇത് സെലക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഈ സെല്ലിനാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സെല്ലിൽ ഈ കഴ്സർ നിൽക്കുകയാണ്. ഇനി ഈ കമാൻഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ വേർട്ടിക്കൽ ഫോമിൽ വന്നിരിക്കുന്നത് കാണാം. ഒന്നും കൂടി അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വേർട്ടിക്കൽ ഫോമിലാണ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആ ലെറ്റേഴ്സ് നിൽക്കുന്നത് കാണാം. വീണ്ടും അത് കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് ആ ഫോമിലേക്ക് തിരികെ വന്നിരിക്കുന്നതും കാണാം. ഇനി അടുത്തതായി സെൽ മാർജിൻസ് ആണ്. അതായത് ഈ സെല്ലിൻ്റെ മാർജിൻ സെറ്റ് ചെയ്യാനുള്ള കമാൻഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ആരോ കീ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. പിന്നീട് അടുത്തത് സോർട്ട് ചെയ്യാനുള്ള കമാൻഡ്സ്. കോളം വൈസ് നമുക്ക് സോർട്ട് ചെയ്യാം. അതുപോലെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ ആ രീതിയിലൊക്കെ സോർട്ട് ചെയ്യാനാണ് ഈ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് അടുത്തതായി കൺവേർട്ട് ടു ടെക്സ്റ്റ്. മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു ടെക്സ്റ്റ് ഫോമിൽ ടൈപ്പ് ചെയ്ത ശേഷം അതിനെ വേഗത്തിൽ ടേബിൾ ഫോമിലേക്ക് മാറ്റുന്നത്. ഇതിപ്പോൾ ടേബിൾ ഫോമിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന കുറേ കണ്ടൻസ് ടെക്സ്റ്റ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ടേബിൾ ഫോം അങ്ങ് മാറി, വെറും ടെക്സ്റ്റ് ഫോമിലേക്ക് ആ ഡേറ്റ മാറി. ഇനി അടുത്തതായി ഫോമുലയാണ്. അതായത് നമുക്കിവിടെ ഒരു ഫോമുല ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സം കാണാനോ അല്ലെങ്കിൽ ആവറേജ് കാണാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഫോമുല നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കഴ്സർ ഫസ്റ്റ് സെല്ലിൽ നിർത്താം. അതിനുശേഷം ഫോമുല സെലക്ട് ചെയ്ത് ചെറിയൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 10+5 എന്ന് കൊടുക്കാം. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഇതേപോലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇൻസേർട്ട് ടാബിലെ ടേബിൾ ഗ്രൂപ്പിലെ കമാൻഡ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഡിസൈൻ ടാബ്, ലേഔട്ട് ടാബൊക്കെ നോക്കി. ടേബിൾ ഗ്രൂപ്പ് കമാൻഡ്സ് അറിഞ്ഞിരുന്നാൽ അത്യാവശ്യം വേർഡിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് സാധാരണ ടെക്സ്റ്റ് ഫോമിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടും വരും. ചിലപ്പോൾ ഇതേപോലെ ടേബിൾ വരയ്ക്കേണ്ടതായിട്ടും വരും. ഈ ടേബിൾ ഗ്രൂപ്പിലെ കമാൻഡ്സ് ഉപയോഗിച്ച് ടേബിൾസൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡ്രോ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.